മനുഷ്യൻ ഇങ്ങനെ ആയത്, ആ മനുഷ്യനോട് ഞാൻ എങ്ങനെ നേരെ നിന്ന് വർത്താനം പറയും എന്ന് ചിന്തിക്കാൻ ഒരു പെണ്ണിന് കഴിഞ്ഞാൽ, അല്ലാഹുവേ ആ മനുഷ്യൻ ഈ കോലമായത് മക്കളോട് പറയണ, മക്കളെ ആ വാപ്പ പോണുണ്ടോ, ആ വാപ്പ ഇങ്ങനെ ആയത് നമുക്കും എനിക്കും നിങ്ങൾക്കും ഒക്കെ ഭക്ഷണം ഉണ്ടാക്കാൻ വാപ്പ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ടാണ്, വാപ്പ ഓട്ടോറിക്ഷ ഓടിച്ചിട്ടാണെന്ന് മക്കളോട് പറയാൻ പറ്റുന്ന ഒരു ഭാര്യ ഉണ്ടാവും. ബെന്യാമീന്റെ ആടുജീവിതം എന്ന് പറയുന്ന ഒരു നോവലുണ്ട്, ബെസ്റ്റ് സെല്ലറാണ്. അതിനകത്ത് ബെന്യാമീൻ ഒരു കഥ പറയുന്നുണ്ട്. അബൂട്ടി ഗൾഫിൽ പോയിട്ട് തിരിച്ചു വന്നു, മോൻ മുറ്റത്തിരുന്ന് കളിക്കാൻ. അപ്പൊ അബൂട്ടി ഗൾഫിലോട്ട് പോകുമ്പോ നല്ല മൊഞ്ചനാണ്, തിരിച്ചു വന്നപ്പോ ഷുഗറൊക്കെ പിടിച്ച് ഇങ്ങനെ ആടിനെയൊക്കെ മേച്ച്. അപ്പോ മോനെ കണ്ട്, ഈ വാപ്പാനെ കണ്ടപ്പോ മോൻ പേടിച്ച് അകത്തോട്ട് ഓടിയിട്ട് പറഞ്ഞു, ഉമ്മ ഇതാ ഒരാൾ വന്ന് നിൽക്കുന്നു. പോയി നോക്കിയപ്പോ അബൂട്ടി ഗൾഫിലോട്ട് പോയ കോലത്തിലല്ല, മെലിഞ്ഞൊട്ടിയിരിക്കുക. അപ്പൊ ഉമ്മ പറഞ്ഞു, മോനെ ഇത് നിന്റെ വാപ്പയാണ്. അപ്പോ ആ കുട്ടി അബൂട്ടി ഗൾഫിലോട്ട് പോയപ്പോ ഒരു ഫോട്ടോ എടുത്ത് വീടിന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. കുട്ടി ആ ഫോട്ടോയിൽ കാണിച്ചിട്ട് ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ എനിക്ക് ഈ വാപ്പാനെ വേണ്ട, എനിക്ക് ആ വാപ്പാനെ മതി. അതുകൊണ്ടാണ് ആ ബെന്യാമീൻ ആടുജീവിതം ഇത്രയും വലിയ ഹൃദയസ്പൃക്കായത്. ആ കുട്ടി പറഞ്ഞു, ഈ വാപ്പാനെ എനിക്ക് വേണ്ട, എനിക്ക് ആ വാപ്പാനെ മതി, ആ വാപ്പാനെ മതി. ഇതാണ് മിക്ക ഗൾഫുകാരുടെ അവസ്ഥ. ഇതാ മിക്ക കഷ്ടപ്പെട്ടവന്റെ അവസ്ഥ. ഏതാ അവസാനം എല്ലാം ആകുമ്പോ മക്കളും വാപ്പനോട് പറയും, ആ വാപ്പാനെ വേണ്ട, ഈ വാപ്പ ഇപ്പൊ കാണാൻ കൊള്ളൂല. എല്ലാരും ഉമ്മാനെ കുറിച്ച് പ്രസംഗിക്കും. വാപ്പായോ സമയത്രേ എത്ര ദിവസം? 11. കറക്റ്റ് 11. യഥാർത്ഥത്തിൽ കറക്റ്റ് 11 നോക്കി. നിങ്ങൾ സമയം നോക്കിയപ്പോ നിങ്ങൾ നോക്കിയത് മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയാണ്. പക്ഷെ സെക്കൻഡ് സൂചി എത്ര? 10:58. അപ്പൊ ഏതാണ്ട് സെക്കൻഡ് സൂചി. നമ്മൾ സമയം നോക്കുമ്പോ ഇതിനകത്ത് 3 സൂചിയുണ്ട്. പക്ഷെ നമ്മൾ നോക്കണ ഏതാ? മിനിറ്റ് സൂചി, മണിക്കൂർ സൂചി. ഈ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും കറക്കണ വേറൊരു സൂചിയുണ്ട്. ഏതാ? സെക്കൻഡ് സൂചി. ആരും അതിനെ നോക്കത്ത് പോലുമില്ല. ഇതാണ് വാപ്പ, ഇതാണ് വാപ്പ. എല്ലാരും പറയണത് ഉമ്മായും മക്കളുമാണ്. ഈ സമയം നോക്കുമ്പോ നമ്മൾ നോക്കാതെ, എന്നാൽ ഇതിൽ രണ്ടും കറങ്ങണം. എന്തുകൊണ്ടാ? ഈ സെക്കൻഡ് സൂചി. ഇതാണ് വീട്ടിലെ വാപ്പ. ആരും പറയില്ല. അവൻ കരഞ്ഞാലും ആരും അറിയില്ല. കാരണം ഇന്നേ വരെ മറ്റൊരുത്തരുടെ മുമ്പിൽ കരഞ്ഞിട്ടില്ല. കരച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ റബ്ബിന്റെ മുമ്പിൽ കരഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് വാപ്പാടെ കരച്ചിൽ ആരും കാണൂല. ഉമ്മ അങ്ങനെയല്ല. കുട്ടിയുടെ കാലൊരു മുള്ളുകൊണ്ടാവും ഉമ്മ അവ്വോന്ന് പറഞ്ഞു വിളിക്കും. പക്ഷേ വാപ്പ കസേരയിൽ ഇരുന്നിട്ടാണ് ഇത് അറിയാതെ കണ്ണു പറയും. അവന്റെ കടവും അവന്റെ പ്രയാസവും അവൻ നെഞ്ചിലെ ഒതുക്കിയിട്ടുള്ളൂ. വീട്ടിൽ വന്നപ്പോ ഭാര്യയുടെ മക്കളുടെ മുമ്പിൽ ചിരിച്ചു കാണിച്ചു. അവന്റെ രോഗം അവൻ മറച്ചു വെച്ചതേ ഉള്ളൂ. എന്തുകൊണ്ട്? അത് കേട്ടിട്ട് എന്റെ ഭാര്യയും മക്കളും വിഷമിക്കണ്ട. ഇതാണ് വാപ്പ. ആ വാപ്പാടെ മുതു കുനിഞ്ഞു പോയത് നിന്നെ വളർത്താനുള്ള ഭാരം അവന്റെ ചുമലിലെടുത്ത് വെച്ചിട്ടാണ് ആ വാപ്പാടെ മുതു കുനിഞ്ഞത്. എന്റെ വാപ്പാടെ തൊലി ചുക്കി ചുളിഞ്ഞത് എനിക്ക് വേണ്ടി കൊണ്ട വെയിൽ കാരണത്താലാണ്. വാപ്പ സെക്കൻഡ് സൂചിയ. ഈ ലോകത്തൊരാള് വാച്ചി നോക്കിയാൽ സെക്കൻഡ് സൂചി കാണൂല. എന്നാൽ ഇത് രണ്ടും കറക്കിയതാരാ? നിന്നെ പഠിപ്പിച്ച് വലുതാക്കിയതാരാ? നീ വൈകുന്നേരം വന്നപ്പോ വാരിത്തന്ന ഉമ്മ വാരിത്തന്ന, നമ്മളിപ്പോഴും പറയില്ല ഉമ്മ വാരിത്തന്ന ചോറിന്റെ കണക്ക്, ഉമ്മ തന്ന മുലപ്പാലിന്റെ കണക്ക് ഈ വാപ്പ രാവിലെ മുതൽ വൈകുന്നേരം വരെ മൺവെട്ടിയെടുത്ത് കിളച്ച് വൈകുന്നേരം കിട്ടിയ പൈസക്ക് കൊണ്ടുവന്ന് പച്ചിരിക്കഞ്ഞി വെച്ച് ഉമ്മാക്ക് കൊടുത്തപ്പെടാ ഉമ്മാടെ മാറിടത്തിൽ പാലുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ഉമ്മാടെ മാടത്തിൽ പാലുണ്ടാവില്ല. പക്ഷെ ഉമ്മാടെ മാറിടത്തിലെ പാല് മാത്രമേ നമുക്ക് ചർച്ചയുള്ളൂ. അതിന്റെ പുറകിൽ കിളച്ചിട്ട് കൊണ്ടുവന്ന വാപ്പ നമുക്ക് ചർച്ചയല്ല. അതുകൊണ്ട് സഹോദര, ഉമ്മ എന്ന അതിവൈകാരികതയുടെ ഇടയിൽ വാപ്പ എന്ന ഈ ആരുമറിയാത്ത ശില്പത്തെ മറന്നുപോകരുത്. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അതുകൊണ്ട് സഹോദര, അവസാനിക്കും ഈ ലോകം, അവസാനിക്കും വരെ മരണം വരെ അടച്ചവനെ അല്ലാഹുവേ, ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന സാസ്ക്രിയേഷൻ നീ ആ സഹോദരങ്ങളെ കാക്കണേ അല്ലാ, കാക്കണേ അല്ലാ.